പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം നാം ചൊല്ലിയിരിക്കേണ്ട മഹാന്മാര് പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു ദിക്റും ഒരു ബൈത്തുമാണ്. ഈ ദിക്റും ബൈത്തും നാം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. നമ്മളെ പാപങ്ങൾ അള്ളാഹു നമ്മൾക്ക് മാപ്പ് നൽകുകയാണ്. മാതാപിതാക്കളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയാണ്. ഏതാണ് ആ അത്ഭുതകരമായ ബൈത്ത്, ആ ദിക്ർ എന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മളുടെ ക്ലാസിന്റെ അവസാനം 5 മിനിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു തവസ്സുൽ ബൈത്ത് ചൊല്ലി നമ്മൾക്ക് ദുആ ചെയ്യാം. ഒരുപാട് ആളുകൾക്ക് ആ തവസ്സുൽ ബൈത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് എല്ലാവരും ക്ഷമയോടുകൂടെ ക്ലാസിന്റെ അവസാനം നമ്മളെ ക്ലാസ്സിൽ നമ്മളെ മജ്ലിസിൽ ഇരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കാവൽ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളുടെ വിഷമങ്ങൾ അകറ്റിത്തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ, എല്ലാ ഹാജത്തുകളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? ഇന്ന് എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം ഹംദ് പറയൂ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ റബ്ബേ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ഹംദ് പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആരൊക്കെയാണ് ഹംദ് പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്തും ഒരു ദിക്റുമാണ്. അഥവാ വെള്ളിയാഴ്ച ദിവസം നാം ചൊല്ലിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റ്, അതുപോലെ തന്നെ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ബൈത്താണ്. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നതോടൊപ്പം തന്നെ നമ്മളുടെ പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുകയാണ്. മാത്രമല്ല സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. മാത്രമല്ല നരകത്തിനെ തൊട്ട് അള്ളാഹു നമ്മൾക്ക് കാവല് നൽകുകയാണ്. മാത്രമല്ല ഏതൊരു മുസ്ലിമായ മുഅ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് എന്താ? ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് ഈമാനോടെ മരിക്കണം. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് മോശമല്ലാത്ത രൂപത്തില് സ്വർഗം കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണമെന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയാൻ പോകുന്ന ബൈത്ത് എല്ലാ വെള്ളിയാഴ്ച ദിവസവും 5 പ്രാവശ്യം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈമാനോടുകൂടെ മരിക്കാൻ കഴിയും. മോശമായി ഒരിക്കലും നമ്മൾ മരിക്കുകയില്ല എന്ന് അബ്ദുൽ വഹാബ് ഷഅറാനിയെ പോലത്തെ വലിയ വലിയ മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റളിയല്ലാഹു അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ പറയാൻ പോകുന്ന മറ്റൊരു ദിക്റുണ്ട്. ആ ദിക്ർ വെള്ളിയാഴ്ച ദിവസം ജുമുഅ നിസ്കാരത്തിന്റെ ശേഷം അസർ നിസ്കാരത്തിന്റെ മുമ്പായി നമ്മൾ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളുടെ എത്രയോ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതോടൊപ്പം നമ്മളുടെ മാതാപിതാക്കളുടെ പാപം കൂടെ അള്ളാഹു പൊറുക്കുമെന്ന് ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന കിതാബിൽ മഹാരഥന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഏതാണ് ആ ബൈത്ത്, ഏതാണ് ആ ദിക്ർ ഞാൻ പറയാൻ പോവുകയാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. കൂടുതൽ വിശദീകരണങ്ങൾ ഇപ്പോഴുള്ള ആളുകൾ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും പറയും ഉസ്താദെ വലിച്ചു നീട്ടി പറയണ്ട, പെട്ടെന്ന് ആ ദിക്ർ അങ്ങ് പറയൂ, പെട്ടെന്ന് ആ ബൈത്ത് അങ്ങ് ചൊല്ലൂ എന്നായിരിക്കും പല ആളുകളും പറയാൻ പോകുന്നത്, അതല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഞാൻ ആ ബൈത്ത് പറയുകയാണ്. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ഒന്നാമത് ചൊല്ലേണ്ട ബൈത്ത് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. വളരെ ചുരുങ്ങിയ ബൈത്താണ്. 5 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി. ഇതിന്റെ അർത്ഥം ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇലാഹി ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ, ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, നിന്റെ സ്വർഗത്തിന് ഞാൻ അർഹനല്ല.
അള്ളാഹിന്റെ സ്വർഗത്തിന് നമ്മൾ അർഹരാണോ? അല്ല. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. നമ്മൾ അള്ളാഹിനോട് സമ്മതിക്കുകയാണ്, ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, അള്ളാഹുവേ ഞങ്ങള് നിന്റെ സ്വർഗത്തിന് അർഹരല്ല. വലാ അഖ്വാ അലാ നാരിൽ ജഹീമീ, നിന്റെ നരകത്തിനെ സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. അള്ളാഹുവിന്റെ നരകം അതിൽ കഠിനമായ ശിക്ഷയാണ്. ആ നരകത്തിനെ സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല റബ്ബേ. അതുകൊണ്ട് ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി, ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ, ഞങ്ങളെ പാപങ്ങൾ നീ പുറത്തു തരണേ റബ്ബേ. ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി, നീ മഹാപാപങ്ങൾ പൊറുക്കുന്നവനാണ്, അതിലൂടെ ഞങ്ങളെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. ഈ അർത്ഥം കൂടി ചിന്തിച്ചിട്ട് ഈ ബൈത്ത് വെള്ളിയാഴ്ച ദിവസം 5 പ്രാവശ്യം എല്ലാവരും ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത് നമ്മൾ ചൊല്ലേണ്ട ദിക്ർ, ഈ ദിക്ർ വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന്റെ ശേഷം അസർ നിസ്കാരത്തിന്റെ മുമ്പായി നമ്മൾ ചൊല്ലി തീർക്കേണ്ടതുണ്ട്. ഉമ്മമാര് ളുഹർ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലാവുന്നതാണ്. ഏതാണ് ദിക്ർ? സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി 100 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ ബൈത്ത് ഉണ്ടല്ലോ, അത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലിയാൽ മതി. അത് എപ്പോൾ ചൊല്ലണമെന്ന് മഹാന്മാര് പറഞ്ഞതായി കാണുന്നില്ല. വെള്ളിയാഴ്ച സുബഹി നിസ്കാരത്തിന്റെ ശേഷം ചൊല്ലാം, വെള്ളിയാഴ്ച വൈകുന്നേരം ആകുന്നതിന്റെ മുമ്പ് ചൊല്ലി തീർക്കുക. ഈ രണ്ടാമത് പറഞ്ഞ ദിക്ർ ജുമാ നിസ്കാരത്തിന്റെ ശേഷവും അസർ നിസ്കാരത്തിന്റെ മുമ്പായി നമ്മൾ ചൊല്ലി തീർക്കണം. സ്ത്രീകൾക്ക് ജുമാ നിസ്കാരം ഇല്ല, അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? സ്ത്രീകൾ ളുഹർ നിസ്കാരത്തിന് ശേഷം 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ ഒട്ടനവധി പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതോടൊപ്പം മാതാപിതാക്കളെ പാപങ്ങൾ അള്ളാഹു പുറത്തുകൊടുക്കുന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവെ, ഈ ദിക്റിന്റെ ബൈത്തിന്റെ ബർക്കത്ത് കൊണ്ട് നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ ആഖിബത്ത് നൽകി തരണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ തവസ്സുൽ ബൈത്ത് ചൊല്ലിയാണ്. വളരെ ചുരുങ്ങിയ ബൈത്തുകൾ മാത്രമേ ഉള്ളൂ. ഈ ബൈത്തുകൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ലഭിക്കുന്ന ബൈത്താണ്. അതുകൊണ്ട് അവസാനം വരെ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. എല്ലാ ഗുണങ്ങൾ നേടുവാൻ കുറ്റങ്ങളെല്ലാം നീങ്ങുവാൻ സ്വർഗത്തിലൊന്നായി ചേരുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കടംവീടി സന്തോഷിക്കുവാൻ, കുടുംബങ്ങളിൽ ഗുണം ചെയ്യുവാൻ, ഖൈറായ പാതയിൽ നീങ്ങുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദിക്റും സ്വലാത്തും നിത്യമിൽ ചെയ്തു ഖുശൂഉം സത്യമിൽ സത്തായ ഈമാനുള്ളതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ. ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സന്താന സൗഭാഗ്യത്തിനും സൗകര്യമുള്ളൊരു വീടിനും പ്രസവത്തിലെ എളുപ്പത്തിനും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രഷറും പ്രമേഹം ഷുഗറതും അറ്റാക്ക് ക്യാൻസർ മുഴുവനും ശിഫ തന്ന് ദീർഘായുസ്സിനും നബി തങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും നബി തങ്ങളെ ബറകത്തിനാൽ റഹ്മത്ത് തായ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്
ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഖബറിൽ വസിക്കും ഞങ്ങളെ പ്രിയ ഉറ്റ ഉടയോർ കുല്ലിലും നബി തങ്ങളെ ബറകത്തിനാൽ സുഖം നൽകണേ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ഞാൻ ചെയ്ത നന്മ തിന്മകൾ എഴുതും മലക്കുകളേടതിൽ നൽകും കരങ്ങൾ വലതതിൽ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് മുടിക്കൊത്ത പാലം സിറാത്തിലെ ഇടിമിന്നലറിയും നിലയിലെ കടക്കും ജനങ്ങളിലാകുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹത്തിനാൽ വലഞ്ഞിടും ജനം തൊണ്ട വറ്റി വരണ്ടിടും തിരുകൗസർ നേരം നൽകിടാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും നബി തങ്ങളെ ബറകത്തിനാൽ യമൈ കാക്കണേ യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദണ്ണം ബബാവ സൂരിയും മറ്റുള്ള ദീനമടങ്കലും നബി തങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ നബി തങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വീകരിക്കണേ അല്ലാഹ് കബൂൽ ചെയ്യണേ അല്ലാഹ് അർഹമായ പ്രതിഫലം നൽകണേ റബ്ബേ എന്റെ മുന്നിലിരിക്കുന്ന മുത്തു മുഅ്മിനീങ്ങള് എന്ത് ഉദ്ദേശം വെച്ചാണോ ഈ തവസ്സുൽ ബൈത്ത് ചൊല്ലിയതെങ്കിൽ ആ ഉദ്ദേശങ്ങൾ മുഴുവനും പൂർത്തീകരിക്കണേ റബ്ബേ എല്ലാ ദുഃഖങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ സങ്കടങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ വിഷമങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ് എല്ലാ മുറാദുകളും ഹാസിലാക്കണേ അല്ലാഹ് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ് മഹാന്മാരെ ബറക്കത്ത് നൽകണേ റബ്ബേ ഹബീബായ തങ്ങളെ ബറക്കത്ത് നൽകണേ റബ്ബേ കടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാഹ് മക്കളെ സ്വഭാവങ്ങളും നന്നാക്കണേ റഹ്മാനെ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ് അല്ലാഹുവേ പലരും കടം കാരണം പ്രയാസത്തിലാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകള് മക്കളെ കെട്ടിച്ച് കടം വന്ന ആളുകള് മക്കളെ പഠിപ്പിച്ച് കടം വന്ന ആളുകള് വീട് വെച്ച് കടം വന്ന ആളുകളുണ്ട് പടച്ചവനെ അതുപോലെ തന്നെ കച്ചവടം നടത്തി കടം വന്ന ആളുകളുണ്ട് എന്ത് കടമാണെങ്കിലും നീ വീട്ടണേ റബ്ബേ ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ വരുത്തല്ല അല്ലാഹ് അല്ലാഹുവേ എല്ലാ ശത്രുദോഷങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാഹ് സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാഹ് എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ് ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേ റഹ്മാനെ നല്ല ദാമ്പത്യ ജീവിതം നൽകണേ റഹ്മാനെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ് എല്ലാ കഷ്ടപ്പാടുകളും അകറ്റി തരണേ അല്ലാഹ് എല്ലാ ഉദ്ദേശങ്ങളും കാര്യങ്ങളും എളുപ്പമാക്കണേ റബ്ബേ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കല്ല മക്കളില്ലാത്ത
ഇല്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല. ഈ മഹത്തായ ക്ലാസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന പാവപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരി സഹോദരന്മാരുണ്ട്. അവരെ പ്രത്യേകം പരിഗണിക്കണേ അല്ല, പ്രത്യേകം കാക്കണേ റബ്ബേ. ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. കുടുംബത്തിൽ ഐക്യവും സമാധാനം എല്ലാം നിലനിർത്തി തരണേ റഹ്മാനെ. മക്കളുടെ എല്ലാ മോശമായ സ്വഭാവങ്ങളും നന്നാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നല്ല മരണം നൽകല്ല, മരിച്ചവരുടെ ഖബർ വിശാലമാക്കല്ല. ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, ഭാര്യ മക്കള്, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, അയൽവാസികളുണ്ട്, വല്ലുപ്പ വല്ലുമ്മമാരുണ്ട്, ഞങ്ങളെ നാട്ടിലുള്ളവരുണ്ട് റബ്ബേ. ഉറ്റവര് ഉടയവര് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവ്വത്തും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ റഹ്മാനെ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. സ്വർഗ്ഗം നൽകണേ അല്ലാ. ആഖിബത്ത് നന്നാക്കണേ അല്ലാ. പൈശാചികമായ ശത്രുക്കളെ തൊട്ട് കാക്കണേ അല്ലാ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ കാര്യങ്ങളും നിനക്കറിയാമല്ലോ. എല്ലാം റാഹത്തിലാക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസും പ്രാർത്ഥനയും അവസാനിപ്പിക്കുകയാണ്. വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് രാവിലെ 6 മണിക്ക് നടക്കാറുണ്ട്. ആ മജ്ലിസിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. അത് വല്ലാത്ത പോരിശയുള്ള മജ്ലിസാണ്. മഹാന്മാരുടെയും മുത്തുനബിയുടെ ഒക്കെ ബറക്കത്തുള്ള മജ്ലിസാണ്. അവരുടെ ഒക്കെ ഫാത്തിഹ ചൊല്ലി തുടങ്ങുന്ന മജ്ലിസാണ്. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. റബ്ബ് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.